അന്ത്യത്താഴത്തിൻ്റെ ചിത്രം വരയ്ക്കുകയാണ് ഒരു ചിത്രകാരൻ. ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും ചിത്രങ്ങളൊക്കെയും അദ്ദേഹം വരച്ചു കഴിഞ്ഞു. എന്നാൽ അവസാനമായി ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് ചിരിക്കുന്ന യൂദയുടെ ചിത്രം മാത്രം വരയ്ക്കുവാനായിട്ട് ആ ചിത്രകാരന് സാധിക്കുന്നു. അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു, അതൊക്കെയും പരാജയമാകുന്നു. ഒടുവിൽ അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു ജയിൽ സന്ദർശിക്കുവാനായിട്ട് തീരുമാനിച്ച് ആ ജയിൽ അദ്ദേഹം സന്ദർശിച്ച് ഒരുപാട് തിരഞ്ഞ് ഒരു കൊടും കുറ്റവാളിയെ കണ്ടുപിടിച്ച് ആ കുറ്റവാളിയെ തന്റെ മുമ്പിലിരുത്തി യൂദയുടെ ചിത്രം വരയ്ക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ അദ്ദേഹം ആ ചിത്രം വര പൂർത്തിയാക്കുകയും അവിടെ നിന്ന് പോകുവാനായിട്ട് തുടങ്ങുമ്പോൾ ആ കുറ്റവാളി ആ ചിത്രകാരനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ട്? ചിത്രകാരൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഞാൻ താങ്കളെ ആദ്യമായിട്ടാണ് കാണുന്നത്, താങ്കളെ എനിക്ക് ഓർമ്മയില്ല, ഇതിനു മുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ആ കുറ്റവാളി മറുപടി പറയുന്നത്, 6 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ ചിത്രം വരയ്ക്കുവാനായിട്ട് താങ്കൾ എന്നെ സമീപിക്കുകയും എന്നെ ഇപ്രകാരം മറ്റൊരു സ്ഥലത്ത് ഇരുത്തിക്കൊണ്ട് യേശുവിന്റെ ചിത്രം വരയ്ക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഈ ഒരു കഥ നമുക്ക് നൽകി തരുന്ന ഒരു ചിന്ത, യേശുവിനെ പോലെയും അതോടൊപ്പം തന്നെ യൂദയെ പോലെയും ജീവിതം നയിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസ തലങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെയും വിശ്വാസത്തിന്റെ പൂർണ്ണമായ പ്രതീകങ്ങളായിട്ട് നമ്മൾ തിരികുകയും മറ്റു തലങ്ങളിലൊക്കെയും അവിടുന്ന് യൂദയെ പോലെ ദൈവത്തെയും നമ്മുടെ വിശ്വാസ ജീവിതത്തെയും ത്യജിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സംഭവങ്ങളാണ്. ജീവിതത്തിന്റെ നല്ല മേഖലകളില്, നല്ല ദിനങ്ങളില്, നല്ല സമയങ്ങളില് ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ടും എന്നാൽ കഷ്ടപ്പാടുകളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെയൊക്കെയും ദൈവത്തെ കുറ്റപ്പെടുത്തുവാനായിട്ടും വിശ്വാസ ജീവിതത്തിൽ ജീവിച്ചതുകൊണ്ട് കഷ്ടപ്പാടുകൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ലഭ്യമായിട്ടുള്ളത് എന്നുള്ള മറുതൽ പൊക്കുകയും പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ അവിടുന്ന് കടന്നു വരാറുണ്ട്. എന്നാൽ ശമൂവേലിന്റെ 1-ാം പുസ്തകത്തില് അതിന്റെ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം ഇപ്രകാരമാണ് പറയുന്നത്, തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു എന്നുള്ളത്. പലപ്പോഴും ജീവിതത്തിന്റെ ഏത് മേഖലയിൽ കൂടെയും ഏത് ജീവിത സാധ്യതയിൽ കൂടെയും കടന്നു പോയാലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ഓരോ ഭക്തനും അവിടുന്ന് സാധിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടമാണ്. പ്രത്യേകം നമ്മളൊരു നോമ്പിന്റെ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഇതിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മെ തന്നെ ഒരു ആത്മപരിശോധന നടത്തുവാനായിട്ടും നമ്മുടെ വിശ്വാസത്തിന്റെ തലങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ടും ഒന്ന് പരിശോധന നടത്തുവാനായിട്ടുമുള്ള ഒരു നല്ല നാളുകളായിട്ട് ഈ ദിനങ്ങളെ നമുക്ക് അവിടുന്ന് തീർക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു യൂദയുടെ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിനെ അവിടുന്ന് തള്ളിയിടുവാനായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിനെ പിൻപറ്റുവാനായിട്ട് ആ വിശ്വാസ ജീവിതത്തെ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മളെ അവിടുന്ന് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ഒരു നോമ്പിന്റെ നാളുകൾ ഒരു ആത്മപരിശോധന നടത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അവിടുന്ന് ഇടയാക്കി തീർക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഒരു നോമ്പിന്റെ നാളുകൾ കൂടി അടിയങ്ങളെ അവിടുന്ന് കടന്നു പോകുമ്പോൾ ദൈവമേ, കഷ്ടപ്പാടും വേദനയും സന്തോഷവും സമ്മിശ്രമായി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കടന്നു വരാറുണ്ട്. അവിടേക്ക് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഒരിക്കൽ കൂടെ ഒന്ന് പരിശോധിക്കുവാൻ, കർത്താവെ, ഏത് ജീവിത അനുഭവത്തിൽ കൂടെ കടന്നു പോയാലും അവിടെ നീ ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുവാൻ, നിന്നിൽ നിന്ന് മറുതലിച്ചു പോകാതെ ആ വിശ്വാസ ജീവിതത്തെ പിന്തുടരുവാൻ തക്കവണ്ണം അടിയങ്ങളെ അവിടെ നിന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഈ നോമിന്റെ നാളുകളിൽ ഞങ്ങളിൽ തന്നെ അവർ നോക്കുവാൻ തക്കവണ്ണം കുറവുകൾ എവിടെയാണോ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നികത്തിക്കൊണ്ട് കർത്താവെ, അവിടുന്ന് നിന്നോട് കൂടുതൽ പറ്റി ജീവിക്കുവാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.